മാമി 2 ദിവസം കഴിഞ്ഞ് പോയാ പോലെ പറ്റത്തില്ല, പോയേ പറ്റത്തുള്ളൂ. ഇപ്പൊ ഇങ്ങ് വന്നല്ലേ ഉള്ളൂ. അത് ഈ വന്ന് നിന്നിട്ട് പോവാൻ ഭയങ്കര വിഷമം. അല്ലെങ്കിൽ വരാതിരുന്നാ മതി. ഷോ എനിക്കൊന്നും കാണണ്ടെന്ന്. ഞാനൊരു കാര്യം പറയട്ടെ, അടുത്ത മാസവും നീ ഇതുപോലെ എന്തെങ്കിലും ഒരു വയറിളക്കോ തലവേദനയോ ഒക്കെ അഭിനയിക്കുക. അപ്പൊ ഒരു ദിവസം നിന്നിട്ട് ഒരു ദിവസം അതിൽ കൂടുതൽ നിൽക്കാൻ പറ്റില്ല. എന്താ പറഞ്ഞു നോക്കണ കുട്ടിക്ക്? ഇത് സ്കൂളിൽ പോണ പോലെയല്ല ലീവ് എടുത്ത് മടി പിടിച്ചിരിക്കാൻ. കാശ് കെട്ടിട്ട് അവിടെ പഠിക്കണ്. ക്ലാസ് ഉണ്ടല്ലോ, ഓൺലൈൻ ക്ലാസ്. അവള് പഠിച്ചോളും. അതെ, കാശ് കെട്ടിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ അവിടുന്ന് ലീവ് കിട്ടുമ്പോ മാത്രമേ വരാൻ പാടൂ. അവിടെ ഇരുന്ന് പഠിക്കണം. ഓ, അങ്ങനെയൊക്കെ പറയാൻ എളുപ്പമുണ്ട്. അങ്ങനെ നല്ലത്. ഒരു ഡോക്ടറൊക്കെ ആവണമെങ്കിൽ ഒരുപാട് പഠിക്കണ്ടേ? പഠിക്കന്നെ വേണം. അമ്മാവ ഇവിടെ ഇരുന്നാലും പഠിക്കാം, ഫോണിൽ വരും. ഇവിടെ ഇരുന്ന പഠിക്കലും നടക്കില്ല. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ രണ്ടാളുടെ ബഹളവും വക്കാണും നാട്ടുവർത്താനും അയൽക്കൂട്ടവും കുടുംബശ്രീ അതൊന്നും നടക്കണ പരിപാടി. ഒരാഴ്ച ഇവിടെ നിൽക്കണമെന്നല്ല പറഞ്ഞു, ഒരു ദിവസം, മാസത്തിലൊരു ദിവസം ലീവ് കിട്ടുമ്പോ മാത്രം വന്നാ മതി. നന്നായി പഠിച്ച് ഡോക്ടറാവണം. എന്നിട്ട് വേണം അപ്പൂപ്പനൊക്കെ ചികിത്സിക്കാൻ. നീ മറ്റേ എല്ലിന്റെ ആണോ അതോ ആർട്ടിന്റെ ആണോ അതോ ഗ്യാസിന്റെ ആണോ എന്തിന്റെ പഠിക്കുന്നത് ഇപ്പോഴോ? ഇപ്പൊ അതിനൊന്നും വേണ്ടില്ലൊന്നും അല്ല പഠിക്കുന്നത്. അതാവണമെങ്കിൽ ഒരു ടെസ്റ്റ് പാസ് ആവണം, അതിനാണ് പഠിക്കുന്നത്. ഇപ്പൊ സത്യത്തെ ഒരു വർഷം ചുമ്മാ ഇരിക്കല്ലേ. അല്ലാതെ പഠിച്ച് പാസ്സായിട്ട് നീ ഡോക്ടർ ആവണം. എന്നിട്ട് നീ ഏതാണോ പഠിക്കുന്നത് ആ അസുഖമാണ് എനിക്ക് വരേണ്ടത്. അതുകൊണ്ടല്ലേ എന്റെ മോളെ, എനിക്ക് മക്കള് ഗ്യാസിന്റെ പഠിച്ചാൽ മതി. നിനക്ക് ഇരിക്കാൻ സമയം കാണത്തില്ല. എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങിയെങ്കിലും ചെയ്യാം. അത് കറക്റ്റ്. അപ്പൊ ഇതൊന്നും ഇപ്പോഴൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ മാർക്ക് അനുസരിച്ച് ഏത് കിട്ടണോ അതനുസരിച്ച് എടുക്കാൻ പറ്റൂ. ഏതായാലും നീ ഡോക്ടർ ആവണം. എന്റെ അച്ഛൻ ഇപ്പൊ തന്നെ ബോർഡ് എഴുതി ഉണ്ടാക്കാൻ കൊടുത്തേക്കാണ്, ഡോക്ടർ അക്ഷയാന്നും പറഞ്ഞിട്ട്. വീടിന്റെ എവിടെ തൂക്കാൻ? അവിടെ അപ്പോഴൊക്കെ വലിയ വീട് വെച്ചിട്ട് അതിന്റെ മുമ്പിൽ ആ ഗേറ്റിൽ ഇങ്ങനെ കെട്ടി തൂക്കൂലേ? ഇവരൊക്കെ എന്ത് വിചാരിച്ചു വെച്ചേക്കാ? അത് കിട്ടണമെങ്കിൽ 5-6 വർഷം കഴിയും ഡോക്ടർ എന്ന് പറയണമെങ്കിൽ. അതിനൊക്കെ മിടുക്കുണ്ടായിട്ട് ഒരു ഒറ്റ കൊല്ലം കൊണ്ട് പഠിച്ചെടുക്കണം. നീ എന്നിട്ട് ഞെട്ടിക്കണം. മാമൻ കേട്ടത് അവിടെ. അയ്യോ, ഭയങ്കര ചൂട്, ഭയങ്കര ചൂട്. വെയിലൊക്കെ നല്ല വെയിലല്ലേ? ഈ വെയിൽ വന്നാലും മഴ വന്നാലും മനുഷ്യൻ എങ്ങനെ സഹിക്കുന്നുള്ളേ? ഇന്നലെ ഉണ്ടായിരുന്നല്ലോ ചൂട്. പക്ഷെ ഇന്നാണ് കുറച്ചുകൂടി. മക്കളെ എപ്പോഴാ പോകുന്നത്? നാളെ മാമ നാളെ പോവാ. മക്കള് പോണ്ട മക്കളെ. കൈക്കുഴപ്പമില്ല. സംസാരത്തിനൊക്കെ ഒരു മാറ്റമല്ലേ? നമ്മള് സന്തോഷം വരുമ്പോ ചിരിക്കുമല്ലോ. അല്ല, എനക്കിപ്പോ എന്താ സന്തോഷം വരാൻ കാരണം? എന്താ പറ്റിയത്? എന്താ ഇത്ര സന്തോഷം? എന്താടി കനക, നീ വരണ വഴിക്ക് തലയിടിച്ച് എവിടെയും വീണ? ഇല്ല 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 ഇല്ല. എന്തുവായിട്ടാ കാര്യം പറ? ഒന്നുമില്ല, ഞാൻ എന്റെ ഒരു സന്തോഷം പ്രകടിപ്പിച്ചല്ലേ. എന്താണ് ഇത്ര സന്തോഷം? മക്കള് നാളെ എപ്പോഴാ പോകുന്നത്? നാളെ രാവിലെ. രാവിലെ എത്ര മണിക്ക്? എത്ര മണിക്കാ പോകുന്നത്? 9:30 മണിക്കല്ലേ? 9 അന്ന് പറയുമ്പോ ഇപ്പൊ ഷാർപ്പ് 10 മണി. അപ്പൊ നാളെ 9 മണിക്ക് നമുക്ക് പോകണ്ട അല്ലേ? അപ്പൊ ഇനി 23 മണിക്കൂർ പിടിച്ചാ അല്ല, 23 മണിക്കൂർ ഇനി ഈ വാച്ചിൽ കാണിക്കുന്നുണ്ട്. കറക്റ്റ് 10 ഇല്ല, 5 മിനിറ്റ് കൂടി. അല്ല, അതിനെന്താ 5 മിനിറ്റ് കൂടി ഉണ്ട് 10 മണിക്ക്. ഇതാണ് കറക്റ്റ്. ഇതല്ലേ കറക്റ്റ്? ഇത് എത്ര വർഷമായി? ഇത് കുറെ വർഷമായി. ഇത് പുതിയത്. അല്ല, അതെ, നീ വാച്ച് കെട്ടാറില്ലല്ലോ. പറഞ്ഞ പോരാ, നീ പൊട്ടം കളിച്ച് നിങ്ങളുടെ ഇത്രയും കാണിച്ചിട്ട് നിങ്ങളുടെ കണ്ണിൽ എന്തായിരുന്നു? അത് ചിന്തിക്കുന്നില്ല. ഒരാൾ ഇങ്ങനെ കാണിക്കാൻ മനസ്സിലാക്കണ്ടേ നിങ്ങള്? ഇത് SI സാർ എനിക്ക് സമ്മാനം തന്ന. ഇന്നലെ അങ്ങേര് ദേഷ്യപ്പെട്ടതിന് ഇന്ന് ഇത് തന്ന് സോപ്പിട്ട് അല്ലേ? ദേഷ്യപ്പെടേ? ഇന്നലെ അങ്ങേറെയൊന്നും കിട്ടി കേട്ടോ. എന്തിന്? നോക്കട്ടെ, സൂക്ഷിക്കണം. അതെ അമ്മാവ, അതായത് ഇന്നലെ ആ സ്റ്റേഷനിൽ സാർ ഭയങ്കര പങ്ക്ച്വലാ. കൃത്യസമയത്ത് എത്തിയില്ലെങ്കിൽ സാർ വഴക്ക് പറയും. അപ്പൊ ഞാൻ 10 മണി എത്തേണ്ട, ഞാൻ 10 മണിക്ക് പുറത്ത് പോയിട്ട് 10 മണിക്ക് തിരിച്ചു വരണമായിരുന്നു. ഞാൻ വന്ന് 10:30, 10:45 മണിയായി. അപ്പോൾ സാർ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. നിന്റെ വാച്ചില്ലടാ, നിനക്ക് സമയം നോക്കണം. അപ്പോൾ എൻ്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയി പോയി. ഞാൻ ആ സമയം കറക്റ്റ്, ഞാൻ ഒരു നാരങ്ങ കുടിച്ച് പയ്യെ കയറി ചെന്നാണ്. അങ്ങനെ പുള്ളി വീട്ടിലെന്തോ പ്രശ്നം, ഭാര്യയായിട്ട് എന്തോ പ്രശ്നം നടക്കുകയാണ്. അപ്പൊ അത് എന്റെ ചുമ്മാ സൗന്ദര്യ പണക്കം എന്താണ്, പക്ഷെ അതിന്റെ പേരിൽ വന്നിട്ട് നമ്മൾ തോളി കയറി. എന്തായാലും ഏട്ടന്റെ കയ്യിൽ കെട്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. സത്യം, നിങ്ങളാരും കണ്ടുപിടിച്ചില്ലല്ലോ ഞാൻ എന്തോരം ഓവർ ആക്ട് ചെയ്തു. ഓവർ ആക്ടിങ് മനസ്സിലായല്ലേ?
ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം. അപ്പോ മക്കളെ അയ്യോ ആ എടി സൂക്ഷിക്കണേ ഓ കേട്ടാ. ഓ എന്റെ അമ്മ. സമ്മാനം തന്ന കാര്യമാണ് അപ്പൊ അതിന്റെ വിലയുണ്ട്. മറന്നോണ്ട. തുടക്കത്തിലൊക്കെ ഇങ്ങനെ ആവേശം കാണും. അല്ലേ എടി എന്തോ നീ അടുപ്പിലിരിക്കുന്ന ഓഫ് ചെയ്താ? അയ്യോ ഇല്ല. അതിപ്പോ തിളച്ച് വറ്റിപ്പോയി കാണും. അല്ല തിളച്ചില്ലായിരുന്നു. ഇപ്പൊ തിളച്ച് കാണും. ഓഫ് ചെയ്തേക്കാം. ഓഫ് ചെയ്തേക്കാം. ഇതില്ലേ ഇതിലൊരു സൺ ഡിറ്റക്ടറിന്റെ ഒരു സാധനം ഉണ്ടാന്ന് നോക്കട്ടെ. എന്തുവാ? അതെ നമ്മൾ സൂര്യനെ കാണിക്കുമ്പോൾ ഇപ്പോഴത്തെ വാച്ചിലൊക്കെ എന്തോ ഒരു ഇതുണ്ട്, പക്ഷെ ഇതില് അല്ല സാറേ, അതെ ഒന്നുമില്ലല്ലോ. ഇല്ല ഇന്ന് ഞാൻ പറഞ്ഞില്ലേ കാലാവസ്ഥയുടെ ഇത് നോക്കിയിട്ട് ഞാൻ ഇറങ്ങാം. അത് കുറച്ചുകൂടെ മഴ- അടുത്തല്ലേ. അപ്പൊ എന്താ അങ്ങനെ? മഴയാണെങ്കിൽ എന്തോ ഉണ്ട്, കളർ എന്തോ ചേഞ്ച് ചെയ്യും, അങ്ങനെ എന്തോ ഉണ്ട് സൂര്യൻ. പക്ഷെ ഇതിലതില്ല. ഇന്ന് അടുത്ത ലെവൽ. ശരി എന്നാലും കൊള്ളാം. ഞാൻ വിളിക്കാടാ. എന്തോ വാച്ച് SI സാറ് ഏട്ടന് ഗിഫ്റ്റ് കൊടുത്തതാ. ഇത് ഗിഫ്റ്റാ? അതൊന്നും അല്ല. ഇത് ഈ അമ്മമാരും സാറന്മാരും എല്ലാരും കൂടി എന്തോ കേസ് ഒതുക്കി ഇപ്പം നല്ല കാര്യമായിട്ട് കിട്ടി അതിന്റെ വിഹിതം കൊടുത്തതായിരിക്കും. പിന്നെ അതൊന്നും അല്ല. ഓ ഇന്നലെ SI സാർ എല്ലാവരുടെയും മുമ്പ് വെച്ച് ഏട്ടന് കുറെ വഴക്ക് പറഞ്ഞായിരുന്നു. ആഹാ. അതിന് ഇന്ന് എല്ലാവരുടെയും മുമ്പ് വെച്ച് ഇത് കൊടുത്തങ്ങ് സോപ്പിട്ട്. ഓ അത് ശരി. നല്ല രസമുണ്ട്. ഡാഡി, കൂടിയതാ. ഈ അപ്പുക്കുട്ടൻ സാറ് ഡാഡി വഴക്കൊക്കെ പറയൂലേ, അപ്പൊ ഇങ്ങനെ ഗിഫ്റ്റ് ഒക്കെ മേടിച്ചു തരൂ. അവനെ ഡാഡി ഉണ്ടല്ലോ നല്ല അനുസരണമുള്ള എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അല്ല ഇതുപോലെ താമസിച്ചു പോയും തോന്നുമ്പോ പോയും ഞാനാണ് നോക്കട്ടെ ഒറിജിനലി തന്നെ. ഡാഡി കൂടിയത്. ഓ ഞാൻ നോക്കട്ടെ പറയാം കൂടിയാണോ അല്ലാണോ. കുഴപ്പമില്ലല്ലോ. ഏട്ടന്റെ കൈ കിട്ടിട്ട് നല്ല ചേർച്ച ഉണ്ടായിരുന്നു. ചേട്ടനും കൊള്ളാം. എല്ലാവർക്കും ചേരുന്ന വാച്ചിന്റെ വാച്ചിന്റെ ഒന്നും അല്ല ഒരാൾക്കാരൊക്കെ ഇത് ഞാൻ പറയട്ടെ, ഇത് കാക്കിയിട്ട് ഇതും കെട്ടി പോണേന്നും വെള്ളയിട്ട കണ്ണടയൊക്കെ വെച്ചിട്ട് ഇതിങ്ങനെ കെട്ടി ഇങ്ങനെ ഗമയിലൊരു പൊതുപ്രവർത്തകൻ പോകുമ്പോ ഹലോ നമസ്കാരം എന്നൊക്കെ പറഞ്ഞിങ്ങനെ അതിനൊരു ഗമയുണ്ട്. കാക്കിയിട്ട് പോകുമ്പോഴും നല്ല ഗമയുണ്ട്. ഒരു കാര്യം ചെയ്യും, ഇന്ന് വൈകിട്ടേ ഇവിടെ വായനശാലയുടെ വക എനിക്കൊരു ആദരവൊക്കെ തരണുണ്ട്. ഇന്ന് ആ ഫംഗ്ഷന് ഞാനൊന്ന് കെട്ടിക്കൊണ്ട് പോയിട്ട് കൊടുക്കാന്ന് പറയാളിൻ്റെ അടുത്ത്. അയ്യോ വേണ്ട, ഇപ്പൊ കിട്ടിയതേ ഉള്ളു. അതിന് കെട്ടി കൊതി പോലും തീർന്നിട്ടില്ല. ഇട്ടോണ്ടേ എന്തൊക്കെയാണ് ഞങ്ങള് നോക്കാൻ വേണ്ടി ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുന്നത്. ഇല്ല ഇതിനിപ്പോ അവന് തന്നെ ഇനി സ്ഥിരം കെട്ടാലോ. ഞാൻ ഇന്ന് ഒരു ദിവസം ഒന്ന് കെട്ടിയിട്ട് കൊണ്ടുതരാന്ന് പറയണേ. ഞാൻ ചോദിച്ചിട്ട് തരാന്ന്. ഇപ്പൊ ഇങ്ങതാ. ഓ പിന്നെ കുളിക്കാൻ കൂടെ ചൂടുള്ളേ. ആ ഏട്ടാ, പിന്നെ ക്ലീറ്റോ ചേട്ടൻ പറയണേ ഇന്ന് വൈകിട്ട് നമ്മുടെ അപ്പുറത്തെ വായനശാലയില്ലേ അവിടെ ക്ലീറ്റോ ചേട്ടനെ ആദരിക്കുന്നുണ്ട്. അപ്പൊ വാച്ച് ഒന്ന് കെട്ടിയിട്ട് കൊണ്ട് തന്നാ മതിയാ. ക്ലീറ്റോ ചേട്ടന് കെട്ടിയിട്ട് നല്ല ചേർച്ചയുണ്ടല്ലേ. അയ്യേ എനിക്ക് ഇത് എടുത്തോളാനൊന്നും വേണ്ട. ഞാൻ ഇന്നത്തെ ഫംഗ്ഷൻ ഒന്ന് കെട്ടിയിട്ട് അങ്ങ് തരാം. കൊള്ളാം. പക്ഷെ നല്ല ഒറിജിനലാണിത്. സാധനം കൊള്ളാം കേട്ടോ എന്തായാലും. പിന്നെ നല്ല സാധനം. കയ്യിൽ നല്ല പിടിച്ചു കിടക്കുന്നു. ഞാൻ അന്നേരത്തിന് നന്നായിട്ട് നോക്കിയില്ലായിരുന്നു. പക്ഷെ അത് ഞാൻ പറയില്ലേ SI വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ വാങ്ങിച്ചെന്നേ. ആണല്ലേ? അല്ല കയ്യിലൊക്കെ നല്ല ഇതുണ്ടല്ലേ, ഊരിയെടുക്കാനൊക്കെ നല്ല ഇതാണല്ലേ. അതായിരിക്കും. നീ ഇപ്പൊ കെട്ടി നിന്റെ സ്വഭാവം അനുസരിച്ച് ഇത്രയും സമയം നിനക്ക് കെട്ടാനുള്ള യോഗ്യത പോലും ഇല്ല. മേലാവർത്തിക്കും പൊന്നുപോലെ നോക്കുന്ന വാച്ച്. ഞാനൊന്നും കൂടെ സംസാരിക്കും. ഡാഡി, ഈ ഏട്ടന് ചില സമയത്തുണ്ടല്ലോ. ഞാൻ പറഞ്ഞു മാമിയുടെ അടുത്ത് ആദ്യമേ. ഡാഡിക്ക് വിഷമമായി. ഒന്നാമത് അവനെന്തിനത് ചോദിക്കാൻ നിൽക്കുന്നത്? മാമൻ എന്താ മാമൻ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ കൈ കണ്ടിട്ട് ചോദിക്കും. സ്വർണ്ണമൊന്നുമല്ലല്ലോ. കാണാത്ത പോലെ കൊച്ചു പിള്ളേർ മറ്റേ നാരങ്ങോട്ടായി കാണും പോലെയാണ് അവൻ്റെ. അയ്യേ നമ്മള് കാണാത്തല്ലേ ഇത്. വെറുതെ ഒന്ന് കിടന്നത് ക്ലീറ്റോ ഉറങ്ങിപ്പോയി ഇവിടെ കിടന്ന്. എന്ത് നിങ്ങളെല്ലാരും വർത്താനം പറഞ്ഞ കേട്ടല്ലേ, ഞാൻ അത് കേട്ട് എഴുന്നേറ്റത്. അമ്മേ, ഈ തൂറാത്തവൻ തൂറുമ്പോ തീട്ടം കൊണ്ട് ആറാട്ടെന്ന് കേട്ടിട്ടുണ്ടോ? വയറിളക്കോ? എനിക്കല്ല നിന്റെ ആങ്ങളക്ക്. ഇങ്ങനെ ഉണ്ടാടി അല്പന്മാര്. അയ്യേ ഇവ എന്ത് പോലീസുകാരനാണ് ഇവ. ഇവ ഒന്നും കണ്ടിട്ടില്ലേ? എന്താ ഇപ്പൊ പ്രശ്നം?
ഞാൻ കണ്ട പോലെ നീ കണ്ടിട്ടില്ല ഇവൻ എന്നെ എന്നെ ആ അപ്പൊ പൈസ മേടിച്ച് ചോദിച്ചിട്ടുണ്ടാവും ഗ്ലീറ്റ്. പിന്നെ അവൻ്റെ പൈസ പട്ടി മേടിക്കും അവൻ്റെ പൈസ ചോദിച്ചേക്കുന്ന ഗ്ലീറ്റ്. എവിടെ ചോദിച്ചാലും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ളമാര് ഇത് വാങ്ങിച്ചാലും ആ പൈസ ഉതവാതെ പോയുള്ളൂ. എന്താന്ന് പറ. എന്റെ ആങ്ങളെ ഉണ്ടല്ലേ, അവന് എവിടെന്നാ ഒരു വാച്ച് ആരോ കൊടുത്തു. അത് മറ്റേ ഉത്സവപ്പറമ്പിൽ കിട്ടുന്ന വാച്ച് അതിനേക്കാളും ഭേദ ഒരു മാട്ട സാധനം. ഞാനപ്പോ ഇവിടെ നിന്നപ്പോ മുത്തും ലില്ലിയും കൂടെ ആ വാച്ച് എന്റെ കയ്യിലോട്ടൊന്ന് കെട്ടിത്തന്ന് നിർബന്ധം. ഞാൻ പറഞ്ഞു വേണ്ട വേണ്ടാതെ എന്റെ കയ്യിലോട്ട് കെട്ടിത്തന്ന് അവൻ കൊണ്ടോണ്ട് ഉടനെ അതങ്ങ് പിടിച്ചു വാങ്ങിച്ച് കൊണ്ടുപോയി. അവൻ എന്തോ നിധി പോലെ അവന്റെ യശൈ കൊടുത്താണെന്ന്. യശൈ നിധി പോലെയൊന്നും ആയതുകൊണ്ടായിരിക്കൂല. അതായത് അവൻ ഇതാ ചിന്തിച്ചിട്ടുണ്ടാവുള്ളൂ, എന്ത് നിങ്ങളൊരു പാർട്ടിക്കാരൻ, നിങ്ങളുടെ പാർട്ടിക്ക് നേരവും ഇല്ല സമയവും ഇല്ല കാലവും ഇല്ല. നിങ്ങളാണെങ്കിൽ ഒരു സ്ഥലത്തൊട്ട് നേരത്തെ ചെയ്യില്ലേം ഇല്ല. അങ്ങനെയുള്ള നിങ്ങൾക്ക് എന്തിനപ്പ വാച്ച്? അവൻ അങ്ങനെയല്ല. അയ്യോ ന്യായീകരണ തൊഴിലാളി വന്നു. ന്യായീകരണ തൊഴിലാളി ആങ്ങളെ സത്യമല്ലേ? അവനൊരു ഗവൺമെന്റ് ജോലിക്കാരനല്ലേ? അവന്റെ കയ്യിലൊരു വാച്ച് കിടന്ന എന്താ? ഈ വാച്ച് ഉണ്ടല്ലോ അവന്റെ സമയദോഷത്തിനാണ്. നീ നോക്കിക്കോ. എന്റെ ചെറുക്കണ്ടല്ലേ ആ ജെറാൾഡ്, അവൻ്റെ അടുത്ത് ഒരു വാക്ക് വിളിച്ചു പറഞ്ഞാൽ 1 ലോറി വാച്ച് അവിടെ കൊടുത്തുവിടും. ഷോ ലോറി വാച്ചൊന്നും വേണ്ട, ഒരു വാച്ച് നിങ്ങൾക്ക് മേടിച്ചു തരാൻ പറ. ആ കൂടെ എനിക്ക് ഒരെണ്ണം കൊണ്ടുവരാൻ പറ. നമുക്ക് രണ്ടുപേർക്കും വാച്ച് കിട്ടിക്കൊണ്ട് നടക്കാം. ആ ചെറുക്കനെന്ത് തക്കിടു? ട്യൂഷനോ ആണല്ലോ, ഇനി അവിടെ ഇവിടെ ഒക്കെ ഇരുന്ന് കളിക്കുമായിരിക്കട്ടാ. ഒരുങ്ങിയെടുത്ത് അവിടെ പോയി നിൽക്കുന്നുണ്ട്. അങ്ങോട്ട് പോകണുണ്ട്. വിളി അവിടെ നിർത്തണ്ട മോനെ. അല്പന്മാരെ വീട്ടിൽ പോയി നിൽക്കണതിന് ചെറുക്കൻ ചുമ്മാ ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് ഉണ്ടായിരിക്കണം. നീ ഇവിടേക്കാണ്? അമ്മ ഇവിടെ കലിയുള്ളി ഇപ്പൊ നിനക്ക് ട്യൂഷൻ പോകാൻ സമയമില്ലേ? ഇല്ലേ? ഓ എന്താ ട്യൂഷന് മാറ്റ ഇന്ന് കിട്ടും. ഞാൻ എന്തിക്ക് നോക്കിക്കോ. അത് കൊള്ളാല. ഏട്ടനല്ലേ ക്ലീറ്റോച്ചേട്ടന്റെ കയ്യിൽ നിന്ന് അഴിച്ചോണ്ട് പോയത്? ഞാൻ ഒരു കാര്യം ആരെടുത്താലും ഞാൻ മുട്ടേലെ പിടിക്കും. എവിടെ വെച്ചാന്ന് വെച്ചാൽ അവിടെ പോയി നോക്ക്. അവിടെ തന്നെ നോക്കാൻ പോണത്. എവിടെ എവിടെ ഏട്ടൻ എവിടെ കൊണ്ട് മേലല്ലേ വെച്ചിരുന്നത്? അന്നെങ്കിൽ അവിടെ പോയി നോക്ക്. അവിടെ കണ്ടില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. ഏട്ടൻ ക്ലീറ്റോച്ചേനെ അഴിച്ചിട്ട് പോയിട്ട് പിന്നെ ഞാൻ ആ സാധനം കണ്ടിട്ട് പോലും ഇല്ല. എന്താടാ വാച്ച് ഇവിടെ കൊണ്ട് അഴിച്ചു വെച്ചു. ഇപ്പൊ വാച്ച് കാണാനില്ല. അമ്മാവൻ കണ്ടതല്ലേ? അതെന്തിനും ഇവിടെ നോക്കിയിട്ട് കാര്യം? അത് ക്ലീറ്റോ ആവശ്യപ്പെട്ടപ്പോ ഇവിടെ കൊടുക്കാന്ന് പറഞ്ഞല്ലേ? അത് ഇവിടെ എടുത്ത് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടാവും. അവനോട് ചോദിച്ചോക്ക്. അപ്പൊ ഇവനത് ഊരി മേടിച്ചപ്പോ അവൻ വിഷമിച്ചപ്പോ നിന്റെ മുഖത്ത് വിഷമം ഞാൻ കണ്ടല്ലോ. ഇതിപ്പോ പോയപ്പോ നീ പറഞ്ഞില്ലേ ഞാൻ പിന്നെ ചോദിച്ചിട്ട് മേടിച്ചേരാന്ന്? ചോദിച്ചിട്ട് വാങ്ങിച്ചാലെന്ന് പറഞ്ഞു ഞാൻ കൊണ്ട് കൊടുക്കും. പിന്നെ ഇവിടുന്നാണ് മാഞ്ഞു പോ. നീ അവനോട് ചോദിച്ചോക്കാം. ഞാൻ കൊണ്ട് കൊടുക്കും. ആ പറയാൻ പറ്റില്ല. എന്റെ പൊന്നെ, എങ്ങനെയൊക്കെ കഥകൾ അഴിച്ചു വിടണെന്ന് അതൊന്ന് ചോദിച്ചോക്ക്. എനിക്ക് അതാ അല്ല ഞാൻ പറഞ്ഞോട്ടെ, ഞാനത് അന്നേരം അവൻ ചോദിച്ചപ്പോ കൊടുക്കാതെ വേറൊന്നും കൊണ്ടല്ല. എനിക്ക് ആദ്യമായിട്ട് ഒരു സമ്മാനം കിട്ടിയൊരു വാച്ച്. ഒരു ദിവസം ഞാൻ ഒന്ന് കിട്ടണ്ടേ? വേണം. അല്ല എനിക്ക് കൊടുക്കണ കുഴപ്പം? നീ ഏട്ടൻ കണ്ട ഞാൻ അങ്ങോട്ട് പോണത്? നീ കൊടുത്തില്ലല്ലോ. ഞാൻ എന്റെ അമ്മയാണ് ഞാൻ കൊടുത്തിട്ടില്ല. നീ കൊടുത്തിട്ടില്ല? ഇല്ലെന്ന്. ശരി, നീ ചോദിച്ചോക്ക്, അവന്റെ അടുത്തുണ്ടാവും. ഇതെന്തൊരു അമ്മാവൻ വെറുതെ കള്ളത്തരം പറയരുത്. ഏട്ടൻ എന്തിനാ വെറുതെ ചോദിക്കുന്നത്? പിന്നെ ഞാൻ ആരോട് ചോദിക്കണം? എന്ത് ആണുങ്ങളായ അന്തസ്സും നാണവും മര്യാദയും മാനവും ഒക്കെ വേണം. നീ വലിയ അന്തസ്സിന്റെ കാര്യം പറയണേ. കാര്യം എന്താ വെച്ചാൽ പറയണേ. വാച്ചാ? അയ്യോ കാപ്പ് പിടിച്ചോണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിട്ടാ. നിനക്ക് വാച്ചുണ്ടെ നീ നിന്റെ വീട്ടിൽ സൂക്ഷിച്ചു വെക്കണം. നിന്റെ വാച്ച് എനിക്കും തരണം. നീ അന്നേരം കണ്ണു വെച്ചപ്പോഴേക്ക് അടിച്ചോണ്ട് പോകുന്നത് അങ്ങോട്ട് വന്നില്ലല്ലോ. പോയോ? അത് പോയെങ്കിൽ പോട്ടാ. അത് പോവൂല, അത് അവിടെ ഉണ്ട്. അത് നീ എടുത്തോണ്ട് പോയി മര്യാദ എടുത്തോണ്ട് വാ. ഇതുവരെ പറഞ്ഞ കല്ലത് നീ നിന്റെ സ്റ്റേഷനിൽ എന്റെ ജീവിതത്തിൽ ആദ്യം എനിക്ക് ഒരു സമ്മാനം കിട്ടിയ സാധനമാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടിയ അല്പന ഐശ്വര്യം വന്ന് അർദ്ധരാത്രി കുട പിടിക്കുന്ന എന്റെ ഇഷ്ടം. എടാ ഈ വാച്ച് ഞാൻ കണ്ട വാച്ചൊന്നും നീ കണ്ടിട്ടില്ല. എനിക്ക് എന്തോരം വാച്ച് കിട്ടി ഞാൻ വേണ്ടാന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചതാണ്. ഞാൻ എപ്പോഴും നിന്നോട് വാച്ച് ചോദിച്ചിട്ടുണ്ടോ? ആയിക്കോട്ടെ, എനിക്ക് ഇരുന്നിരുന്ന ഒരു വാച്ച് കിട്ടിയപ്പോ നിനക്ക് അത് വേണം. അയ്യോ നീ കെട്ടിയാൽ കൊള്ളൂല. ഞാൻ കെട്ടിയ കൊള്ളാതെ വാങ്ങിയ വാച്ച് കെട്ടാത്ത തന്നെ നന്നായി. ഞാൻ അവിടെ ടേബിൾ ലെവലിൽ വെച്ചത്. അവിടെ നീ കണ്ടായിരുന്നോ? ഇവിടെ പല പ്രാവശ്യവും പലതും ഇതുപോലെ ചോദിക്കുമ്പോഴൊക്കെ എടുത്തില്ലെന്ന് പറയും. ചെയ്തില്ലെന്ന് പറയും. ഇവ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ നീ അത് ചോദിച്ചോണ്ടല്ലോ അവനെ സംശയം. എടുത്തിട്ടുണ്ടെങ്കിൽ കൊടുക്കേ. എന്തോ കൊടുക്കാൻ മനസ്സില്ല. ഞാൻ വിഴുങ്ങിയ അയ്യോ നിന്റെ ആ നാണം കെട്ട വാച്ച് കെട്ടിക്കൊണ്ട് പുറത്തു പോകാനല്ല. അത്രയും വൃത്തിയായിട്ടല്ല ഞാൻ. നിന്റെ മനസ്സാണ്
ഒരു ദിവസം തരുത്. ഒരു ദിവസ സമയം മര്യാദക്ക് എന്റെ അടുത്ത് കൊണ്ട് എന്റെ വാച്ച് തന്നില്ലെങ്കിൽ ഈ വീട്ടിൽ പോലീസ് നായ കയറി ഇറങ്ങും. ഈ പോലീസ് നായ മാത്രമേ കണ്ടടയോ, പോലീസിൽ കുതിരയുണ്ട്, പിന്നെ പട്ടാളമുണ്ട്, എല്ലാവരും വിളിനീ. പിന്നെ എന്റെ വാച്ച് എടുത്തു തരാൻ സൗകര്യമില്ല. ക്ലീറ്റോ നീ പോടി നിന്റെ ജോലി നോക്കി. ക്ലീറ്റോ പോലീസ് നായൊക്കെ വന്നാലുണ്ടല്ലോ. വന്നാ ഞാൻ പോലീസ് നായ കണ്ടിട്ടില്ലല്ലോ. ഓ എടുത്തിട്ടില്ലടാ. അതെ മടിയോണ്ട് പറയണ്ടാവും. നീ ഒന്ന് അവിടെ ചെന്ന് തെരഞ്ഞോക്ക്. ചേട്ടനെ എടുത്തിട്ടില്ലെന്നേ. ആലോചിച്ച് നോക്കണേ, എന്റെ സാർ എനിക്കൊരു വാച്ച് തന്നത് ഞാൻ ഒന്ന് ഒരു പ്രാവശ്യം കെട്ടിയത് പോലുമില്ലടി. ഞാനൊരു കാഞ്ചിക്കട്ടെ, എത്ര രൂപയായി കാണോ വാച്ചിന്? അതിന്റെ വില മതിക്കാൻ പറ്റുമോ? നാളെ ചെല്ലുമ്പോ സാറ് ചോദിക്കില്ലേ വാച്ച് എവിടെ ആയിരുന്നു, ഞാൻ എന്ത് പറയും? ഇവൻ നേരത്തെ ചോദിച്ചപ്പോ കൊടുക്കാത്ത മനഃപൂർവ്വമല്ല, ഇവൻ കൊണ്ടുപോയ വിറ്റ് കളയും, ചിലപ്പോ അതുവഴി പൊക്കളയും. അതുകൊണ്ടാണ് കൊടുക്കാറുന്നത്. ഞാൻ എന്ത് ചെയ്യുന്ന ഒന്നും കൂടെ നോക്കാം, വാ ഒന്നും കൂടെ നോക്കാം. നീ അവിടെ ചെന്നിട്ട് എവിടെ ചെന്ന് നോക്കാൻ? ഈ വീടെന്താ ബി നിലവറയോ? അല്ല, അത് അങ്ങനെ കണ്ടപ്പോ ആഗ്രഹത്തിന് എടുത്തിട്ടുണ്ടെങ്കിൽ അത് നേരിട്ട് പറയാൻ ഒരു വിഷമം ഉണ്ടാവില്ല, എവിടെയെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടാവും. ഇല്ലാന്ന്. നാളെ സാറ് ചോദിക്കും ഞാൻ എന്ത് പറയൂടെ? ഒരു കാര്യം ഞാൻ പറയട്ടോ, ലീവ് എടുക്ക്, നമുക്ക് എന്തെങ്കിലും. അതെ ഈ പോലീസ് നായൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മണത്ത് കഴിഞ്ഞാൽ കുറ്റവാളിനെ കണ്ടുപിടിക്കൂട്ടാ. എത്ര കേസ് അങ്ങനെ തെളിയിച്ചിട്ടുണ്ടറിയോ? ഇവന് ചൂടായിട്ടെങ്ങാനും പോലീസ് നായെ കൊണ്ടിച്ച കള്ളനെ കണ്ടുപിടിക്കേ. അയ്യോ പട്ടി പട്ടി, പോലീസ് നായ അതിനകത്ത് എന്നെ കടിക്കാൻ വന്നു. പോലീസ് പട്ടി ആരും കണ്ടിട്ടില്ല, പേടിപ്പിക്കുന്നു. വാ ഒന്നുകൂടെ നോക്കാം, വാ വാ അകത്ത് പോയി ഒന്നുകൂടെ നോക്കാം. വന്നേ വാ. കിട്ടോടാ അത്? കിട്ടും കിട്ടും, വാ വാ. ആദ്യം കിട്ടിയത് വാച്ച്. പിന്നെ ഇത് എവിടെ പോയത്? അങ്ങേര് എടുത്ത വാശിക്ക് പോലീസ് പട്ടിയല്ല, പോലീസ് നാനെ വേണേൽ കൊണ്ടുവന്ന് മണപ്പിക്കും. വാച്ച് എടുത്തവൻ്റെ കൈ ഉറപ്പായിട്ടും പട്ടി മണം പിടിക്കും. അതോടെ ഞാൻ വീണ്ടും കുടങ്ങാവളയിലാവും. എനിക്കൊരു മണം. ഇനി പോലീസ് വെട്ടിപ്പിടിക്കത്തില്ല. എന്തോന്ന് വയറ്റിലെന്തോന്ന് മടക്കി വെച്ചാ? അല്ല മടക്കി വെച്ചാൽ അടിവേറും അല്ലാത്ത വേദന, മൂത്രത്തിക്കല്ലിന്റെ ആണെന്ന് തോന്നുന്നു. അയ്യോ. ഓ എത്ര ലിറ്റർ വെള്ളം കുടിച്ചു? കുറച്ചേ കുടിച്ചുള്ളൂ. അല്ല എന്ത് ഇവിടെ വെക്കണ? ചൂടുമൂത്രം അല്ല ചൂടുവെള്ളം കുടിക്കാൻ വേണ്ടിട്ടേ വന്ന് എടുക്കണം. എടുത്തരട്ടെ? വേണ്ട വേണ്ടേ, വെള്ളം വേണ്ടേ? അല്ല ഇപ്പം മുത്തനെ കണ്ടപ്പം ഭയങ്കര ആശ്വാസമുണ്ട്. ഇപ്പൊ പെട്ടെന്ന് വേദനയൊക്കെ മാറി. പോയപ്പോ പോയി. എന്തോ ഒരു സ്പെല്ല് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ഇല്ല, വേദനയുടെ കൊണ്ടുള്ള വേദന അല്ല. പിന്നെന്ത്? പിടിയിട്ട് എന്താ? സത്യം പറയണം, മാമനിത് തക്കുടുണ്ട് പലഹാരപാത്രം തപ്പി വന്നല്ലേ അല്ലേ? എനിക്കറിഞ്ഞൂടെ, ഇന്ന് ഇന്നലെ കാണാൻ തുടങ്ങിയാണോ ഞാൻ? മനസ്സിലാക്കി കളഞ്ഞല്ല. അവൻ അറിഞ്ഞ മാമന്റെ കാര്യം തീരുമാനം. പറയല്ലേ, എടുത്തിട്ട് ഇടിച്ചു കളയും. ഒറ്റയടിക്ക് മൂത്രത്തിക്കല്ലേ പരിപ്പ് പപ്പടമാക്കി കളയും. അപ്പൊ മൊത്തത്തിലൊന്നും ഇല്ല. വേദനയുണ്ട്. ഇന്നത്തേക്ക് എടുത്തോ, പക്ഷെ എപ്പോഴായാ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും. ഒരു അഭിനയം കൊണ്ട് ഇറങ്ങിയ ചുമ്മാ അഭിനയിക്കാൻ അറിഞ്ഞൂടെ? ഇത് അവിടെ ഇരിപ്പുണ്ട്, അത് തപ്പുമായിരിക്കും. അല്ല എടുക്കണ്ടല്ലേ? എടുത്തോ.
ദാ. ഇവിടെ എങ്ങോട്ടാ? ലില്ലിപ്പെണ്ണിനെ കാണാൻ. ലില്ലിപ്പെണ്ണിനെ കാണാൻ നീ എന്താ മിണ്ടാതെ വരണേ? അല്ലെങ്കിൽ നീ വരണ വഴിക്ക് തന്നെ ലില്ലിപ്പെണ്ണേന്ന് വിളിച്ചു വരണാണല്ലോ. അത് ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങുവാന്നെ ഇനി എൻ്റെ വിളി ഒരു ശല്യമാവണ്ടല്ലോ എന്ന് കരുതിയിട്ട്. എന്തിനാ മതി വന്ന്? ഞാൻ ഉച്ചയ്ക്ക് അങ്ങനെ വരുന്നൊരു സ്വഭാവമുണ്ട്. വെറുതെ അങ്ങോട്ട് വരില്ലല്ലോ. എന്താ കാര്യം? മീൻകറി മേടിക്കാൻ. എല്ലാവരുടെ ഊണ് കഴിഞ്ഞ് ഈ നേരത്തെ മീൻ കറിയാ? ഞാൻ കഴിച്ചില്ലായിരുന്നു. ഇതെന്താ എൻ്റെ കയ്യില്? ഒന്നുമില്ല. ആ കയ്യിലെന്താ? ഇത് പിന്നെ ഇത് കവറല്ലേ അതിൻ്റെ ബൈക്കിൻ്റെ ഓയിൽ മാറിയതിൻ്റെ ആ ഓയിലിൻ്റെ വഴുവഴുപ്പ് അത് സോപ്പിട്ടിട്ട് പോകുന്നില്ല. അപ്പം അതുകൊണ്ട് ഈ ഓയിലൊക്കെ ഉള്ള കൈ വെച്ചിട്ടാണ് വരിക. ഒരു സാധനം മേടിക്കാൻ വരുമ്പോൾ കൈ സോപ്പിട്ട് കഴുകിയിട്ട് വേണ്ട വരാൻ. അല്ല കഴിവിട്ട് പോയില്ല. അപ്പം പിന്നെ അത് കണ്ടാൽ മനമറിക്കുമെന്ന് തോന്നുമ്പോൾ സ്മെല്ല് വരുമല്ലോ എന്ന് കരുതിയിട്ട് അതിങ്ങനെ കവറിട്ട് കെട്ടിയപ്പോൾ അങ്ങനെ വന്നപ്പോഴേ അതാണ്. നീ എന്താ ഒരു ഉരുണ്ട് കളിക്കണേ? ഒന്നുമില്ല. ഇങ്ങോട്ട് വന്ന്. ഇങ്ങോട്ട് വാടാ. സത്യം പറയണം, ഇല്ലെങ്കിൽ നീ വിവരം അറിയും. എന്താ? നീ കഴിച്ചിട്ടുണ്ടോ? രാവിലെ ദോശ കഴിച്ചു, ചിക്കൻ ചോറും കഴിച്ചു. നീ സാധനം അടിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല. ഓടിക്ക. ആ അപ്പോ ഇങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് പോ. ഇതെന്താ കളിയുണ്ടല്ലോ. ആ കനാമച്ചമ്പി, കനാമച്ചമ്പി ഇങ്ങോട്ടൊന്ന് വരുമോ? വാച്ച് കിട്ടിയോ? വാച്ച് കിട്ടിയോ? കിട്ടി. കിട്ടിയോ? ആ അല്ല അതങ്ങനെ കിട്ടിയില്ല. വീട്ട മച്ചമ്പി അവിടെ കൊണ്ടുവെക്കുന്ന ഞാൻ കണ്ടു. ഞാൻ അങ്ങനെ മച്ചമ്പി എടുത്ത് വെച്ച് എന്തൊരു മോശം പണിയാണ് കാണിക്കുന്നത്. ഒരു നേരം ഇടണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ തരത്തില്ലേ. ഇത്രയും വഴക്കുണ്ടായപ്പോഴെങ്കിലും ഏറ്റുവിടാൻ വെറുതെ വാച്ചിന് കള്ളലാവേണ്ട കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞപ്പോൾ ഫംഗ്ഷൻ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്തതാണ്. അങ്ങനെയാണ് അതവിടെ വെച്ചിട്ട് ചോദിക്കല്ലേ? ചോദിക്കണ്ട കാര്യം വീട്ടുകാർ മുമ്പിലാണ് കേട്ടത്. മച്ചമ്പി 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 ചോദിക്കല്ലേ. പണ്ട് ഇതേപോലെ കൂളിംഗ് ഗ്ലാസും വാച്ചുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കാരെങ്കിലും ഗിഫ്റ്റ് തന്നാൽ പോലും ആദ്യത്തെ ദിവസം എടുക്കുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്. ചോദിക്കരുത്. ഫംഗ്ഷന് വേണ്ടി ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വാച്ച് കെട്ടണമെന്ന് പാവല്ലേ? ചോദിക്കണ്ട കേട്ടോ. അറിഞ്ഞല്ലേ? ഓട്ടെ കാണിക്കട്ടെ. മച്ചമ്പി കൊടുക്കേ. ഞാനൊരു പൂവുമോ പ്രതീക്ഷിച്ചു, പക്ഷെ ഒന്നും ഉണ്ടായില്ല. മച്ചൻ പേരെ ഇങ്ങനെ വേണം. Aliens.